ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. 2025 ക്രിസ്മസ് ഞങ്ങളൊന്ന് ലഞ്ച് കഴിക്കാനായിട്ട് പോയതാണ്. ഇമ്പീരിയൽ കിച്ചണിലോട്ടാണ് പോയത്. അവിടെ പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു തൃശ്ശൂർ പൂരത്തിനുള്ള ഒരാൾക്കാരുണ്ടായിരുന്നു. ഞാനും അത്രയ്ക്ക് ഫേമസ് ആണോ എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. കാർ പാർക്ക് ചെയ്യാൻ പോലും ഒട്ടും സ്ഥലമില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ വി വെയിറ്റഡ്. എന്തായാലും ഇവിടെ വന്ന് കഴിക്കണമെന്ന് എന്തായാലും വിചാരിച്ചതല്ലേ, നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്ത് കാർ പാർക്കിംഗ് ഒക്കെ കിട്ടി. വെയിറ്റ് ചെയ്താണ് നമ്മൾ പോയത്. പിന്നെ അവർ ക്രിസ്മസ് ട്രീ അവർ DIY ആയിട്ട് ഈ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇമ്പീരിയൽ കിച്ചൺ കുറേ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നിയർ ബൈ ആയിട്ടുള്ള ഒരു ബ്രാഞ്ചിലാണ് ഞങ്ങൾ പോയിരുന്നത്. ആംബിയൻസ് ഒക്കെ നല്ലൊരു ആംബിയൻസ് തന്നെയായിരുന്നു. ആക്ച്വലി രണ്ടാമതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, അവിടെ വേറൊരു ഫങ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഫങ്ഷന് ഇൻവൈറ്റ് ചെയ്ത ഗസ്റ്റുകളുടെ വണ്ടികളാണ് ഇതൊക്കെ എന്നുള്ളത്. സോ അകത്ത് കയറിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ആംബിയൻസ് ഒക്കെ നല്ലൊരു ആംബിയൻസ് തന്നെയായിരുന്നു. കുറേ പ്ലാന്റ്സ്, ഇൻഡോറും ഔട്ട്ഡോർ കുറേ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ മുകളിലാണ് ഈ ഫങ്ഷൻ നടക്കുന്ന, പാർട്ടി എന്തോ നടക്കുന്നുണ്ടായിരുന്നു. സോ താഴെയാണ് നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. ആദ്യം തന്നെ ബുക്കിംഗ് നമ്മൾ ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു 1/2 hour to 45 minutes നമ്മൾ വെയിറ്റ് ചെയ്തു കേട്ടോ. അന്ന് ആക്ച്വലി ക്രിസ്മസും കൂടെ ആയതുകൊണ്ട് കുറേ നല്ല തിരക്കുണ്ടായിരുന്നു, കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോൾ അതിൽ ജസ്റ്റ് കുറേ ഫോട്ടോസൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ സെലിബ്രിറ്റീസ് വന്നതും പോയതൊക്കെ ആയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് പിന്നെ അവർ വിളിച്ച് സീറ്റ് വേക്കൻസി നമുക്ക് കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ നമ്മളുടെ സീറ്റിലോട്ട് പോയി. സോ അകത്തോട്ട് നമ്മൾ പോയപ്പോഴത്തേക്ക് അത്ര വലിയ റഷ് ഇല്ലായിരുന്നു. പിന്നെ ആ സമയത്താണ് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലായത് ഈ ഇൻവൈറ്റ് ചെയ്ത ഗസ്റ്റുകളുടെ വണ്ടികളാണ് എന്നുള്ളത്. സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു കംഫോർട്ട് സോൺ തരുന്ന ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് തന്നെ ആയിരുന്നു. പിന്നെ ഫുഡ് പറയുന്ന വെച്ചാൽ സ്റ്റാർട്ടേഴ്സ്, സൂപ്സ്, കുറേ വെറൈറ്റീസ് ഓഫ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആക്ച്വലി നേരത്തെ തീരുമാനിച്ചിട്ടാണ് പോയത് എന്ത് ഫുഡാണ് നമ്മൾ കഴിക്കുന്നതെന്നുള്ളത്. പിന്നെ അവരുടെ മെനു കാർഡ് എന്ന് പറയുന്നത് ഒരു സത്യം പറഞ്ഞാൽ ഒരു ബയോളജി ടെക്സ്റ്റ് ബുക്കോ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കോ അതുപോലെ നമുക്ക് പറയാം. കുറേ പേജസ് ഉള്ള ഒരു മെനു കാർഡിൻ്റെ ബുക്കായിരുന്നു അത്. സോ അത് ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ട് വന്നതാണ് എന്താ കഴിക്കുന്നതെന്നുള്ളത്. ഞാൻ ആക്ച്വലി ഒരു ബിരിയാണിയാണ് പറഞ്ഞത്. മോൾക്കും കിഡ്സ് ബിരിയാണി ഉണ്ട്, ക്വാണ്ടിറ്റി കുറച്ച് കുട്ടികൾക്കായിട്ടുള്ള ഒരു സ്പൈസൊക്കെ കുറച്ചിട്ടുള്ള ഒരു ബിരിയാണി. പിന്നെ ചേട്ടന് ആക്ച്വലി ഫിഷ് മീൽസാണ് പറഞ്ഞത് അവിടുത്തെ. അപ്പോൾ പ്ലേറ്റും കപ്പും ഒക്കെ കൊണ്ടുവച്ചു. പിന്നെ അവിടെ അച്ചായൻസ് സദ്യ എന്ന് പറഞ്ഞിട്ടൊരു ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഈ ക്രിസ്മസ് സമയങ്ങളിൽ മാത്രമാണോ എന്ന് എനിക്കറിയത്തില്ല. അവരുടെ ഡക്ക്, പോത്ത്, ബീഫ്, ചിക്കൻ, മട്ടൻ എല്ലാമായിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ ഞാനതൊന്നും കഴിക്കാത്തത് കൊണ്ട് നമ്മളതൊന്നും ഓർഡർ ചെയ്തില്ല. നമ്മൾ മീൽസും ബിരിയാണിയും മാത്രം തന്നെയാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് വന്നതോടെ നമ്മൾ കഴിച്ചു. മീൽസിൽ എല്ലാം സദ്യ പോലെ എല്ലാ കൂട്ടാനും ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പീസ്ഫുള്ളായിട്ടുള്ളൊരു ലഞ്ച് കഴിച്ചു. ക്രിസ്മസ് ആഘോഷം അങ്ങനെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിച്ചു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.